എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ പാലക്കാണ്. ഞാനിതുവരെ ഇത് അങ്ങനെ മേടിച്ചിട്ടുമില്ല. പടത്തിലൊക്കെ ഇങ്ങനെ ഇലയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഞാനിത് നേരിട്ട് അത് ഉപയോഗിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത് അനിയൻ നമ്മുടെ കൃഷി ചെയ്യുകയാണ്. നമ്മളെ പൊടിമോനെ കൃഷി ചെയ്ത കൂട്ടത്തിൽ ഈ പാലക്കിൻ്റെ വിത്തും കൂടിയിട്ട് മുളപ്പിച്ചെടുത്തതാണ്. ഒരുപാട് പേർക്കൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ഞാൻ മാത്രം അതിൻ്റെ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ മേടിച്ചിട്ടേ ഇല്ല. എല്ലാവരും ഒരു നിമിഷം മാറിയിരുന്നെങ്കിൽ ഈ പാലക്കെല്ലാം തന്നെ വേസ്റ്റിൽ പോയനെ. ഞാൻ വിചാരിച്ചു ഇത് പോച്ചയാന്ന് വിചാരിച്ച്. ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാനിത് ചെയ്തിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഇത് വെച്ച് ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിന് യഥാർത്ഥത്തിൽ കാണുന്ന ഇപ്പോഴാ. ഇതിപ്പോ നമുക്ക് തോരൻ വെക്കാനല്ലേ. ഇത് പനി എന്തോ ചെയ്യത്? പിന്നെ പാലക്ക് പനീർ അതിൻ്റെ കൂടെ ചേർക്കാം. ഇത് ഒന്ന് ആവി കയറ്റിട്ട് വേവിച്ചിട്ട് ഗ്രൈൻഡറിൽ അടിച്ച് കുഴപ്പമാരി എടുക്കണം. നീ കണ്ടന്റ് ഒന്നും പറയാതെ. അത് ഫ്രൈ അതൊക്കെ അനിയന് ഒരുപാട് റെസിപ്പി അറിയാലേ, നല്ല പാചകമൊക്കെ. എൻ്റെ രണ്ട് അനുജന്മാരാണ്. മൂത്ത അനുജനും ഇളയ അനുജനും. ഈ മൂത്ത അനുജൻ സുഗുണരാജൻ ഗൾഫിൽ സൗദി അറേബ്യയിൽ ഒരു 45 വർഷത്തെ സർവീസുണ്ട്. അതുകൊണ്ട് തന്നെത്താനെയൊക്കെ പാചകം ചെയ്യുന്നതുകൊണ്ട് കുറേ റെസിപ്പികളൊക്കെ അറിയാം. അതൊക്കെ ഞാൻ പുറകിന് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ അവർ പാചകമൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അന്നെ ഇവിടെ ലീവിനൊക്കെ വന്ന് എന്നെ കല്യാണം കഴിച്ച് ഞങ്ങൾ പറഞ്ഞില്ലേ രണ്ടുപേരെയും അടുപ്പിച്ചടുപ്പിച്ചാൽ കല്യാണം. ഒരുപാട് പാചകങ്ങളൊക്കെ ഇവിടെ വെച്ച് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച വിടുമ്പോൾ ഇത് പിഴുതു കൊടുക്കാന്ന് വിചാരിച്ചു, കീരയെ പോലെ. എന്ന് വിചാരിച്ചാണ് ഞാൻ ഓടി വന്നത്. നമ്മള് പച്ചക്കറിക്കകത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും, എങ്കിലും ഞാനിങ്ങനെ കൃഷി ചെയ്ത് കഴിക്കുന്ന ആദ്യമായിട്ട്. ഇത് മുറുക്കൊക്കെ ഉണ്ടാക്കാനായിട്ടേ, നമ്മൾ പച്ച ഗ്രീൻ മുറുക്കൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. കമൻറ്റ് ഇടാനും മറക്കരുത്. താങ്ക്സ് ഓൾ, താങ്ക്സ് ഗോഡ്.